ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിക്കുകയാണ്. നമ്മുടെ സീരിയലിന് ഇനി ഭയങ്കര മാറ്റങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് കേട്ടോ. സത്യങ്ങളൊക്കെ എല്ലാവരും അറിയാണ്. അങ്ങനെ ദേവയാനി നയനയെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. അതുപോലെ നയനയുടെ നന്മമരം കളിയൊക്കെ മാറിയിട്ട് ഇനി എല്ലായിടത്തും നല്ല പ്രതികരിക്കുന്ന ഒരു നയനയെ നമുക്ക് കാണാൻ പോവുകയാണ്. വരുന്ന എപ്പിസോഡുകളിലൊക്കെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി നയനയുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു പോകുന്ന വഴി മുത്തശ്ശനൊരു സംശയം തോന്നുകയാണ്. നയന കല്യാണിയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞതല്ലേ, എന്നാൽ നമുക്ക് കല്യാണി ഒന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് മുത്തശ്ശിയോട് പറയാണ് കേട്ടോ. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ശരിയാ മോളെ വിളിച്ചിട്ട് ഒരുപാട് കാലമായി, ഒന്ന് വിളിക്കാം എന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശൻ കല്യാണിയെ വിളിച്ച് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട് കേട്ടോ. അതിനൊക്കെ ശേഷം കല്യാണിയോട് ചോദിക്കുകയാണ് മുത്തശ്ശൻ, ആ മോളെ നയന മോൾ അവിടെ ഉണ്ടോ, ഒന്ന് കൊടുക്കുമോ ഫോൺ? അപ്പോൾ കല്യാണി പറയാണ്, ഇല്ലല്ലോ നയന ഇവിടെ ഇല്ലല്ലോ, ഞാൻ കുറേ കാലങ്ങളായി നയനയെ കണ്ടിട്ട്, അവൾ ഇങ്ങോട്ട് വന്നുമില്ല, അവളുടെ വിശേഷങ്ങളൊന്നും അറിഞ്ഞുമില്ല, കുറേ നാളുകളായി അവളിപ്പോൾ വിളിച്ചിട്ടും. അപ്പോൾ മുത്തശ്ശൻ പറയാണ്, അങ്ങോട്ട് വന്നില്ലേ മോള്? ഇല്ല. എന്താ മുത്തശ്ശ? ഏയ് ഒന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അത് എടോ നയന മോൾ അവിടെ ഇല്ല, പിന്നെന്തിനാ ഗോവിന്ദനും കനകവും അതുപോലെ നന്ദുവൊക്കെ അങ്ങനെ പറഞ്ഞത്? നയന മോള് കല്യാണിയുടെ അടുത്തേക്ക് പോയിരിക്കുകയാണെന്ന്, കുറേ കഴിഞ്ഞേ വരുവുള്ളൂ നോക്കേ. കല്യാണി പറയുന്നു നയനമോളെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, കുറേ നാളുകളായി കണ്ടിട്ട് വിളിച്ചിട്ട് എന്നൊക്കെ. അപ്പം മുത്തശ്ശിയും പറയാം, ശരിയാ, അതെന്തിനാ പിന്നെ അവരങ്ങനെ പറഞ്ഞത്? അവർ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. നന്ദുവാണ് പെട്ടെന്ന് ചാടിക്കയറി പറഞ്ഞത്, കല്യാണിയുടെ അടുത്ത് പോയിരിക്കുകയാണ് ചേച്ചിന്ന്. അപ്പോൾ കനകയ്ക്ക് ഒരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരിയാ, അവിടെ ചെന്നപ്പോൾ തൊട്ട് എനിക്കും തോന്നി അവരുടെ എല്ലാം മുഖത്തൊരു വിഷമം കാണുന്നുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചിട്ട് ആരും പറയുകയും ചെയ്യുന്നില്ല. വീട്ടിലും അതുപോലെ തന്നെ ആദർശിനോടും ചോദിക്കുമ്പോൾ ഒന്നും വിട്ടു തുറന്ന് പറയുന്നില്ല. എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അനിയാണെങ്കിലും കഴിഞ്ഞ ദിവസം ഫ്രൂട്ട്സൊക്കെ വാങ്ങി പോവുകയും ചെയ്തു ചേച്ചിയെ കാണാനായിട്ട്. അപ്പോൾ മുത്തശ്ശി പറയാം, ശരിയാ, നയനമോൾ ഇനി അവിടെ തന്നെ ഉണ്ടോ? മോക്ക് എന്തെങ്കിലും മേലാകിയോ എന്തെങ്കിലും ആയിട്ടാണോ അങ്ങോട്ട് പോയത്? അപ്പോൾ മുത്തശ്ശനും പറയാം, ഇനി അങ്ങനെ എന്തെങ്കിലും ആണോ? നയനമോക്ക് നമ്മളറിയാതെ എന്തെങ്കിലും വയ്യായികയുണ്ടോ? നമുക്ക് വിഷമമായാലോ എന്നോർത്ത് ആരും അത് നമ്മളെ അറിയിക്കാത്തതാണെങ്കിലോ? അപ്പം മുത്തശ്ശി പറയാണ്, ശരിയാ, നമുക്കൊന്ന് തിരിച്ചു പോയാലോ, ഒന്നുകൂടി ചെന്ന് അവിടെ കാര്യങ്ങളൊക്കെ ചോദിച്ചാലോ? കല്യാണിയുടെ അടുത്ത് നയനമോൾ ചെന്നിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അത് ഗോവിന്ദനോടും കനകയോടും പറയാം, മോള് പിന്നെ എവിടെ പോയെന്നുള്ള കാര്യവും നമുക്ക് ചോദിക്കാം. ശരി, എന്നാൽ അങ്ങോട്ട് പോകാമെന്ന് പറയാണ്. അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ വീണ്ടും നന്ദാവനത്തിലേക്ക് പോവാണ് കേട്ടോ. അവിടെ വീണ്ടും മുത്തശ്ശനും മുത്തശ്ശിയും വരുന്ന കാണുമ്പം കനക അങ്ങ് ഞെട്ടിപ്പോവാണ്. കനക പറയാണ് മനസ്സിൽ, ദൈവമേ, എന്താ ഇവർ തിരിച്ചു വന്നത്? ഇനി എന്തെങ്കിലും മനസ്സിലായോ? നായനമോള് ഇവിടെ ഉണ്ടെന്നോ മറ്റോ? പറഞ്ഞത് എന്തെങ്കിലും വെട്ടിത്തരായി പോയോ? ഇനി ഇവരോട് ഞാൻ എങ്ങനെ എന്താ പറയുക? ഇനി എനിക്ക് ഈ മൂർത്തി മുത്തശ്ശനോടൊന്നും കള്ളത്തരം പറഞ്ഞ് നിൽക്കാനുള്ള ശക്തിയൊന്നുമില്ല എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും മുത്തശ്ശനും അവിടെ കയറി വരികയാണ്. അപ്പം കനക ആകെപ്പാടെ പരിഭ്രമിച്ച് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ചോദിക്കുന്നുണ്ട്, എവിടെ നയനമോള് കല്യാണിയുടെ അടുത്ത് പോയെന്നല്ലേ പറഞ്ഞത്? ഞങ്ങൾ പോയ വഴി കല്യാണിയെ വിളിച്ചിരുന്നു, കല്യാണി നയനമോളെ കണ്ടിട്ട് ഒരുപാട് നാളായി എന്നാ പറഞ്ഞത് എന്ന് മുത്തശ്ശൻ പറയുമ്പം കനക ആകപ്പാടെ ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. അപ്പോൾ കനക പറയുന്നുണ്ട്, അത് അവൾ പിന്നെ എന്നാൽ വേറെ വല്ല കൂട്ടുകാരിയുടെ അടുത്ത് പോയതായിരിക്കും എന്ന് പറയാണ്. അല്ല കനകെ, ഇങ്ങനെ നുണ പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഈ അനന്തമൂർത്തി ഒരുപാട് ആളുകളെ കണ്ടിട്ടുള്ളതാണ്. എന്തൊക്കെയോ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ട്. ആദർശവും അതുപോലൊക്കെ തന്നെ ചെയ്യുന്നുണ്ട്. എന്താണെന്നുള്ള അറിയില്ല. സത്യം എന്താന്ന് പറ, നയനമോൾക്ക് എന്താ സംഭവിച്ചത്? അപ്പോൾ കനക പറയാണ്, ഒന്നും സംഭവിച്ചില്ല, ഒന്നും സംഭവിച്ചില്ലെന്നല്ല, ഞങ്ങൾ അറിയാൻ വയ്യാത്ത എന്തോ ഒരു അസുഖമോ അസ്വസ്ഥതയോ എന്തോ അവക്കുണ്ട്. അതുകൊണ്ടല്ലേ അവളെ ഇവിടെ വന്നിട്ടും കാണാൻ പറ്റാത്തത്. എന്താണ് അവൾ മാറി നിൽക്കുന്നത്? ഞങ്ങളോട് ഇനിയും കള്ളം പറയാമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ കനക പറയാണ്, ഞാൻ കള്ളം പറഞ്ഞതല്ല, ഇങ്ങനൊരു സാഹചര്യം ആയതുകൊണ്ട് മാത്രമാണ് അത് മറച്ചു വെച്ചത്. ഞാൻ എല്ലാ സത്യങ്ങളും പറയാം. നയനമോളാണ് ദേവയാനിക്ക് കരൾ പകുത്ത് നൽകിയത്. കരൾ ദാനമായിട്ട് നൽകിയ ആ പെൺകുട്ടി ഞങ്ങളുടെ മോളാണ് എന്ന് വളരെ വിഷമിച്ച് പറയുകയാണ് കനക. അപ്പം മുത്തശ്ശനും മുത്തശ്ശി അങ്ങ് ഞെട്ടിപ്പോവാണ്. മുത്തശ്ശൻ ചോദിക്കുക, എന്താ കരൾ ദാനം നൽകിയത് നയനമോളാണോ? അപ്പം കനക പറയാണ്, അതെ, മോളാണ് അങ്ങനെ ചെയ്തത് എന്ന് പറയുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇതൊന്നും അറിയാതെ നന്ദു നയനയെ പിടിച്ചുകൊണ്ട് വരികയാണ്. നയനയെ താങ്ങിക്കൊണ്ട് വന്ന് നന്ദു അങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയുടെയും മുമ്പിലേക്കാണ് കേട്ടോ. പെട്ടെന്ന് അവർ ഞെട്ടിപ്പോവാണ്.
അപ്പോൾ മുത്തശ്ശൻ നയനയെ കണ്ട് വളരെ ദയനീയമായിട്ട് ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് ചോദിക്കുക, മോളെ നീയാണോ ദേവയാനിക്ക് കരൾ ദാനമായിട്ട് നൽകിയത്? അപ്പോഴേക്കും നയന പറയാണ്, "ഓ അതേ മുത്തശ്ശ. എന്നിട്ട് ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് നിങ്ങൾ മറച്ചു വെച്ചല്ലേ? അതെന്തിനാണ് ഞങ്ങളിൽ നിന്ന് മോളെ മറച്ചു വെച്ചത്? നിന്റെ മനസ്സ് നന്മയുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ എന്തിനാണ് മോളെ നിങ്ങൾ ഇത് മറച്ചു വെച്ചത്? നിന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ആദർശം ഇത് മറച്ചു വെച്ചു." അപ്പം നയന പറയാണ്, അത് മുത്തശ്ശനെയും മുത്തശ്ശിയും ഒന്നും അറിയിക്കേണ്ടെന്ന് പറഞ്ഞതാണ്, നിങ്ങളാരും സമ്മതിച്ചില്ലെങ്കിലോ എന്ന് ഓർത്തിട്ട്. അതുപോലെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം കാരണം കരൾ വേണ്ടെന്ന് വച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു പോയാലോ, അതുകൊണ്ടാണ് അമ്മ ഇതൊന്നും അറിയണ്ടെന്ന് വെച്ചത്. അനന്തപുരിയിലുള്ളവരെല്ലാവരും അറിഞ്ഞു കഴിയുമ്പോൾ അത് ഒരു പാട്ടാകും, നാട്ടിൽ പാട്ടായ പോലെ ആകുന്നത് കാരണം ഞങ്ങളെടുത്ത തീരുമാനമാണ് കേട്ടോ ആരോടും പറയേണ്ടെന്ന്. അനിക്കും അതുപോലെ ചെറിയച്ഛനും അച്ഛനും ഒക്കെ ഈ വിവരം അറിയാം എന്ന് പറയാണ് നയന. അപ്പോൾ മുത്തശ്ശൻ പറയാം, മോളെ നീ ചെയ്തത് എന്ത് വലിയ കാര്യമാണ്, നിന്നെക്കൊണ്ട് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. നീ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യം നീ തന്നെയാണ്, കുടുംബത്തിന് വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങളാണ് മോളെ നീ ചെയ്തത് എന്നൊക്കെ പറയാണ് കേട്ടോ. എന്നിട്ട് ഒരുപാട് ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യാണ്. എന്നിട്ട് അവരങ്ങ് പോവാണ് കേട്ടോ. മുത്തശ്ശൻ വീട്ടിൽ ചെന്ന് കഴിയുമ്പം ആദർശനോട് പറയാണ്, മോനെ ആദർശേ, നീ ഞങ്ങളിൽ നിന്ന് ഇത് മറച്ചു വെച്ചല്ലേ? നയനമോളാണല്ലേ ദേവയാനിക്ക് കരൾ നൽകിയത്. അപ്പോൾ ആദർശ് പറയാണ്, മുത്തശ്ശനെല്ലാം അറിഞ്ഞല്ലേ, അവിടെ ചെന്നിട്ടുണ്ടായിരുന്നെന്ന് നയനെ വിളിച്ച് പറഞ്ഞിരുന്നു. ആ എന്തുകൊണ്ടാണ് നീ അത് ഞങ്ങളിൽ നിന്ന് മറച്ചു വെച്ചത്? അത് മുത്തശ്ശ ആ സാഹചര്യത്തിൽ അങ്ങനെ ചെയ്യേണ്ടി വന്നു, അതൊക്കെ മനസ്സിലായി മോനെ. പക്ഷേ നീ ഒരു കാര്യം ചെയ്യണം, നീ എപ്പോഴും നയനയ്ക്ക് സപ്പോർട്ടായിട്ടുണ്ടാവണം, അവളുടെ എല്ലാ കാര്യത്തിലും ഉണ്ടാവണം. നീ നയനമോളുടെ അടുത്ത് ചെല്ല്, അവിടെ ചെന്ന് കുറച്ച് സമയം ഇരിക്കുക, അവളൊക്കെ അതൊരു ആശ്വാസമാവും. അവളുടെ വീട്ടുകാർക്കും എന്ത് വേണമെങ്കിലും അവൾക്ക് ചെയ്തു കൊടുക്കണം, ഒരു കുറവും ഉണ്ടാവരുത്. അവളുടെ ആരോഗ്യ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നീ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരിക്കലും നീ നയനെ കുറ്റപ്പെടുത്തുകയോ തള്ളിപ്പറയുകയോ ചെയ്യരുത്. ആദർശ് പറയാണ്, ഇല്ല മുത്തശ്ശ, ഇനി ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ഒരു മനസ്സല്ല എനിക്ക്, എൻ്റെ മനസ്സൊക്കെ മാറി മുത്തശ്ശ എന്ന് പറയാണ്. എന്നിട്ട് ആദർശിനോട് പറയുന്നുണ്ട്, മുത്തശ്ശൻ നീ അങ്ങോട്ട് ചെല്ലെന്ന് പറയാം. അങ്ങനെ ആദർശ നയനിയുടെ അടുത്തൊക്കെ പോവുകയാണ് കേട്ടോ. നയനിയും ആദർശം കൂടി ഇരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യാൻ. അതിനൊക്കെ ശേഷം മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ഒരു തീരുമാനം എടുക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എല്ലാവരെയും അറിയിക്കുക, ഇവിടെ എല്ലാവരും നയനെയാണ് കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ജലജയോടും ജാനകിയോടും അനാമികയോടും ഒക്കെ ഈ വിവരം പറയണം. കാരണം അവരിപ്പോഴും പറയുന്നത് നയനെയാണ് പാലിൽ വിഷം കലക്കി കൊടുത്തത് എന്നൊക്കെയാണ് എന്ന് പറയാണ്. എന്നിട്ട് മുത്തശ്ശനും വരുമ്പോഴേക്കും ജലജയും ജാനകിയും കൂടെ വാതിക്കലേക്ക് വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എവിടെ പോയതാണ് അച്ഛനും അമ്മയും കൂടി? അപ്പം മുത്തശ്ശൻ പറയാണ്, ഞങ്ങൾ നയനമോളെ കാണാൻ അവളുടെ വീട്ടിൽ പോയതാണ് എന്ന് പറയാണ്. ഓ, അവളെ കാണാൻ അങ്ങോട്ട് പോയല്ലേ, കെട്ടിലമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ മേലായിരിക്കും, സുഖിക്കാൻ പോയി നിൽക്കുകയാണ്, ഏടത്തി പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ വെച്ചിട്ട് എന്ന് പറയാണ് കേട്ടോ ജാനകി. അപ്പോഴേക്കും ജലജയും പറയാണ്, ഇവിടുത്തെ പണിയൊക്കെ ചെയ്ത് ഞങ്ങളുടെ നടുവൊടിഞ്ഞു, അവൾ ഇങ്ങോട്ട് വന്ന് ഈ പണിയൊന്നും ചെയ്യാൻ സഹായിക്കല്ലാതെ അവിടെ പോയി സൂഹിക്കാൻ നിൽക്കുക. ഓ, അച്ഛനും അമ്മയൊക്കെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുമല്ലോ അല്ലേ? അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശൻ പറയാണ്, നിങ്ങൾ പണി ചെയ്യേണ്ടത് നിങ്ങൾ തന്നെയാണ്. നയനമോള് നിൻ്റെ ഒന്നും അടുക്കളപ്പണി ചെയ്യാൻ വന്നതല്ല, അവൾ ഇനിയൊട്ട് അത് ഉടനെ എങ്കിലും ചെയ്യുമെന്ന് നീ ഒന്നും ഓർക്കാൻ വേണ്ടെന്ന് പറയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, അവൾ ചെയ്തത് എത്ര വലിയ കാര്യമാണെന്നറിയാവോ? ദേവയാനി ഇന്ന് ജീവനോടെ ഇരിക്കുന്നത് നയനമോള് കാരണമാണെന്ന് പറയാണ്. അപ്പോൾ അന്തം വിട്ട് നിൽക്കുകയാണ് കേട്ടോ ജാനകിയും ജലജയും. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതെ, ദേവയാനിക്ക് ആരാ കരൾ കൊടുത്തതെന്നറിയാവോ? കരൾ കൊടുത്ത ഒരു നല്ല പെൺകുട്ടിയെ കുറിച്ച് ദേവയാനി എപ്പോഴും പറയുന്നില്ലേ, ആ കുട്ടിയെ അവൾ ഒരുപാട് സ്നേഹിക്കുന്നില്ലേ, ആ കുട്ടിയാണ് നയന. അവൾ ഇനി വരുമ്പോൾ ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അവൾ ആ പെൺകുട്ടിയെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ അതുപോലെ നയനമോളെയും സ്നേഹിക്കും. പിന്നെ ഒന്നും നിൻ്റെ കളികളൊന്നും നടക്കില്ല. അതുകൊണ്ട് നയനമോളാണ് അവൾക്ക് കരൾ കൊടുത്തതെന്ന് പറയുമ്പോൾ ഇവർ ഞെട്ടി നിൽക്കുകയാണ്. നയനയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും പറയുന്നത്, അതേ നയന. അപ്പം അനാമിക പറയുന്നുണ്ട്, ഞാൻ കൊടുക്കാൻ തയ്യാറായിരുന്നു മുത്തശ്ശ. ഓ, നീ കൊടുക്കാൻ തയ്യാറല്ലേ ആയിരുന്നുള്ളൂ, നയനമോളല്ലേ അത് ചെയ്തത്. അവൾ ഈ കുടുംബത്തിന് വേണ്ടി ചെയ്ത ഓരോ നല്ല കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ തന്നെ ഇപ്പം ദേവയാനിക്ക് അവൾ കരൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ദേവയാനി അതിൻ്റെ 4 ഇരട്ടി സ്നേഹം അവൾക്ക് തിരിച്ചു കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ട് ഇനിയും നയനമോളെ ഭരിക്കുകയോ കുറ്റപ്പെടുത്തുകയോ കളിയാക്കുകയോ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങളാരും വിചാരിക്കേണ്ട. ദേവയാനി ഇങ്ങോട്ടെത്തി സത്യങ്ങളൊക്കെ അറിയട്ടെ, പിന്നെ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിരിക്കും എന്നുള്ളതിന് സംശയമൊന്നുമില്ല എന്ന് പറയാം. ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും എല്ലാവരും ഞെട്ടിത്തെറിച്ച് ഗ്യാസ് പോയ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമാവാണെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്